My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. വെൽക്കം. എനിക്കറിയാം ഞാൻ കുറേ വെയിറ്റ് ചെയ്യിപ്പിച്ചു എൻ്റെ റീഡിങ്ങിന് വേണ്ടി. ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, കമൻറ്റ് അയക്കുന്നുണ്ട്. എവിടെയാണ് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട്. എൻ്റെ ലൈഫിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സിലൂടെ ഞാൻ പോവാണ്. സോ ഒരു സമയത്ത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലേ? സോ അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. സോ ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ജൂൺ മാസം എങ്ങനെയായിരിക്കാം, എന്തൊക്കെ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ജൂൺ മാസം നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ ആസ് യൂഷ്വൽ ഇവിടെ 3 ഗ്രൂപ്പ്സ് ഉണ്ട്, 3 ക്യാൻഡിൽസ് ഉണ്ട്. ഏത് ക്യാൻഡിലിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്, ഏതെടുക്കണം എന്നാണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത്, അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് പ്രോബബ്ലി നിങ്ങളുടെ എനർജി ആയിരിക്കാം, കറണ്ട് എനർജി ആയിരിക്കാം. നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ചില മെസ്സേജ് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കാം. എന്തൊക്കെയാണോ നിങ്ങളുടെ ജൂൺ മാസം സംഭവിക്കാൻ പോകുന്നത്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, അതിന് നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ എനർജിയിൽ, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ പോകുന്നത്, അതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുക. അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുക. ആൻഡ് അഗെയിൻ ജനറിക് റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഓക്കെ, അല്ലാത്ത കാര്യങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടേക്കുക. So select your group, then we can start. Alright, let's start with group number 1. Hello, group number 1. നിങ്ങളുടെ ജൂൺ മാസം എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപ് ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സെൻസിറ്റീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയമാണ് ജൂൺ മാസം എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പല കാര്യങ്ങളും പുതുതായിട്ടായിരിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, പുതിയ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം, പുതിയ ഫീലിങ്സ് ഉണ്ടാവുന്നതായിരിക്കാം, പുതിയ ഇഷ്ടങ്ങൾ ഉണ്ടാവുന്നതായിരിക്കാം, പുതുതായിട്ട് വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനെപ്പറ്റിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് ആക്ഷനിലേക്ക് എടുക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കണം, പുതിയ കോഴ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. റൈറ്റ്. എനിക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത്, മാരേജ് ലൈഫ് റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ പ്ലാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളൊരു വിവാഹത്തിലേക്ക് എടുക്കുന്നതായിരിക്കാം, ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ എടുക്കുന്നതായിരിക്കാം, അത് കുറെ കൂടെ ഒഫീഷ്യൽ ആവുന്നതായിരിക്കാം, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഉണ്ടാവുന്നതായിരിക്കാം. ഇതൊക്കെ നിങ്ങളുടെ പുതിയ അനുഭവങ്ങളായിരിക്കാം. ഓക്കെ, അതായത് വളരെ പ്ലസന്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്ന ഒരു മാസമാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ജൂൺ മാസം എന്ന് പറയുന്നത്. എല്ലാം ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ കളർഫുൾ ആയിട്ട് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. വളരെ വൈബ്രൻ്റ് ആയിട്ട് തോന്നും നിങ്ങൾക്ക്. ആൻഡ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ജൂൺ മാസം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പോകുന്ന ഒരു മാസം കൂടിയാണ്. സോ ഈ വർഷം ഏറ്റവും നല്ലൊരു മാസമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പോകുന്നൊരു മാസം കൂടിയാണ് ജൂൺ മന്ത് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള മിക്ക ആളുകൾ നിങ്ങൾ വളരെ യങ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ 20s ആളുകളായിരിക്കാം, ഈവൻ നിങ്ങൾ 30s 40s ഈവൻ 50s നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഏറ്റവും ഒരു ചെറുപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. സോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ശരീരം അതുപോലെ മാറുന്നുണ്ട്, ആ ഒരു ഗ്ലോ വരുന്നുണ്ട്, ആ ഒരു കുട്ടിത്തം ഉണ്ടാവുന്നുണ്ട്, ആ ഒരു എനർജി മെയിൻലി എടുത്ത് പറയേണ്ടത്, അങ്ങനത്തെ എനർജി നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. സോ വളരെ നിങ്ങൾ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ടും വളരെ ആക്റ്റീവായിട്ടും എനർജറ്റിക് ആയിട്ടും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. സോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ ഒരുപാട് സമയമായിട്ട് ആലോചിച്ചിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം. ജൂൺ മാസമായിരിക്കാം. നിങ്ങൾ കുറച്ച് സമയമായിട്ട് മേ ബി ലൈക്ക് നിങ്ങൾ 1-2 മാസം മുൻപ് പ്ലാൻ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തു വരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. റൈറ്റ്, മേ ബി ഫെബ്രുവരി മുതൽ മാർച്ച് മുതലൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ ഓഗസ്റ്റ് മാസമാണ് നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിനത് സക്സസ്ഫുള്ളി നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ച് മാസമായിട്ട്, എസ്പെഷ്യലി മാർച്ച് മുതലൊക്കെ നിങ്ങൾ പോകുന്ന ചില ലൈഫ് ഇവൻറ്റ്സ് സ്ട്രഗിൾ ആയിരിക്കാൻ ചില ആളുകൾക്ക്, അതൊക്കെ നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ പോകുന്ന ഒരു ടൈം കൂടിയാണ്, അതിൻ്റെ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്താണ് നിങ്ങൾ. ഓക്കെ, സോ ചില കാര്യങ്ങൾ ആ ഒരു സൈക്കിളിൽ നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു ടൈം കൂടിയാണ്. സോ നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങൾ പലതും ഓക്കെ ഒരു
കാര്യം നിങ്ങൾ ഫിനിഷ് ചെയ്ത് നിങ്ങൾ വീണ്ടും ചില കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആയിട്ട് വരികയാണ്. അതാണ് നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ അവിടെ ഉണ്ടാവുന്നത്, പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുന്നത്. ഓക്കെ, സോ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ ബേർഡൻസോ ഒന്നും ജൂൺ മാസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് ഒരു ജൂൺ ഫസ്റ്റ് വീക്കൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കുറെ കൂടെ ഒരു ഈസിനെസ് ഓരോ സമയം ഓരോ ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ചില ആളുകൾ നിങ്ങൾ ഫിസിക്കലി വളരെ ആക്റ്റീവ് ആവുന്ന ഒരു മാസം കൂടിയാണ്. സോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങൾ ഫിസിക്കലി ഒന്ന് ഡൗൺ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ ഡൗൺ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, കുറച്ച് മാസങ്ങളായിട്ട് ജൂൺ മാസം നിങ്ങൾ വീണ്ടും വരികയാണ്, വീണ്ടും നിങ്ങളുടെ പവറിലേക്ക് വരികയാണ്, വീണ്ടും നിങ്ങൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്, വീണ്ടും നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണ്. ആൻഡ് മേജർ ആയിട്ടുള്ള ചില പ്ലാൻസ് ഒക്കെ ജൂൺ മാസമാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. വീണ്ടും നിങ്ങൾ നിങ്ങളിലേക്ക് കണക്ട് ആവാൻ പോവാണ്. സി ഗ്രൂപ്പ് നമ്പർ 1, ഇത് നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ട് എടുക്കേണ്ട ഒരു കൺഫർമേഷൻ ആണ്. നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ച് സമയമായിട്ട് നിങ്ങൾ വളരെ ഡിസ്കണക്ട് ആയിട്ട് തോന്നുകയാണ് സിറ്റുവേഷന്, നിങ്ങളുടെ കാര്യത്തിൽ നിന്ന്, നിങ്ങളുടെ വർക്കിൽ നിന്ന്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന്, ചില ആളുകളുടെ അടുത്ത് നിന്നൊക്കെ വളരെ ഡിസ്കണക്ട് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജൂൺ മാസം നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാണ്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എല്ലാ പ്ലേസിലും, റൈറ്റ് ആയിട്ടുള്ള പ്ലേസിലൊക്കെ വളരെ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ പ്ലേസിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇതുവരെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ വളരെ ഡിസ്കണക്റ്റ് ആയിട്ട് പോയി, എവിടുന്നൊക്കെയോ നിങ്ങളുടെ ശ്രദ്ധ പോകുന്നു, നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി ആ ഒരു ഐഡന്റിറ്റി, ആ ഒരു ബിലീഫ് നിങ്ങൾ കംപ്ലീറ്റ്ലി എടുത്തു മാറ്റുക. ബിക്കോസ് ജൂൺ മാസം നിങ്ങൾക്ക് ഒരുപാട് എൻകറേജ്മെന്റ് തരുന്നുണ്ട് നിങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ നിങ്ങൾ പോലും അറിയാതെയാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് വരുന്നത്, നിങ്ങൾ ഇങ്ങനത്തെ ഒരു കോൺസെൻട്രേഷനിലേക്ക് വരുന്നത്. നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോവാണ്. എന്തൊക്കെ നിങ്ങൾ ചെയ്യോ അതൊക്കെ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യാൻ പോവാണ്. അത് നിങ്ങളുടെ പാഷൻ ആയിരിക്കാം, ജോലി ആയിരിക്കാം, നിങ്ങൾ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ബിക്കോസ് ചില ആളുകൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ ശരീരവുമാണ്. നിങ്ങളുടെ ശരീരം ഏറ്റവും ബെസ്റ്റായിട്ട് കാണപ്പെടുന്ന ഒരു ടൈമാണ്. സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ശരീരത്തിന് ഇണങ്ങുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശരീരം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് വസ്ത്രങ്ങളായിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം, ഓർണമെന്റ്സ് ആയിരിക്കാം. ചില ആളുകൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓർണമെന്റ്സ് ധരിക്കാൻ സാധിക്കുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 1. എങ്ങനെയായിരിക്കാം അത്? മേ ബി നിങ്ങളുടെ വിവാഹം നടക്കുന്നുണ്ടായിരിക്കണം, എൻഗേജ്മെന്റ് നടക്കുന്നുണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള റിങ് ധരിക്കാനോ സ്പെഷ്യൽ ആയിട്ടുള്ള മാലകൾ ധരിക്കാനോ അതുപോലുള്ള ഓർണമെന്റ്സ് നിങ്ങൾക്ക് ധരിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ശരീരം കുറെ കൂടെ മോഡിഫൈ ആവുന്നത്, അല്ലെങ്കിൽ കുറെ കൂടെ ഭംഗി വരുത്തുന്നത് മേ ബി നിങ്ങളുടെ ശരീരത്തിൽ എന്തോ ഒരു ബോഡി ആർട്ട് പോലെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് എഗെയിൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആൻഡ് എഗെയിൻ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മേജർ ഇവന്റ്സ് സംഭവിക്കുന്നുണ്ട്. സോ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന്റെ ഭാഗമായിട്ട്, നിങ്ങൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ മെഹന്തി ധരിക്കുന്നതായിരിക്കാം, ഓർ നിങ്ങൾ ടാറ്റു ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ശരീരത്തിൽ, റൈറ്റ്? സോ ഐ ക്യാൻ സീ ഒരു ഗോഡസ് എനർജി ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, സോ ഒരു ഗോഡസ് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിരിക്കുമോ അങ്ങനത്തെ ഒരു ബ്യൂട്ടി, അങ്ങനത്തെ ഒരു ഓറ ജൂൺ മാസം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്ലേസിൽ നിൽക്കുന്നത് പോലെയാണ്. ഓക്കെ, അതായത് നിങ്ങൾ നിൽക്കുന്ന പ്ലേസിലേക്ക് പെട്ടെന്ന് ആളുകൾക്ക് അങ്ങനെ കയറി വരാൻ സാധിക്കില്ല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. പക്ഷേ ദൂരെ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് ആളുകൾ നിങ്ങൾ ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട്, റെസ്പെക്റ്റോട് കൂടിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഐ ക്യാൻ സീ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ലൈഫിൽ എന്തൊരു മേജർ ഇവന്റ് ഉണ്ട്, അവിടെ നിങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. അത് നിങ്ങൾ പ്രൊഫഷണലി ആയിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, പേഴ്സണൽ ലൈഫിലായിരിക്കാം. ഓക്കെ, എന്തോ ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 1. അവിടെ നിങ്ങൾക്ക് എന്തോ ഒരു മേജർ റെസ്പെക്റ്റ് ഉണ്ടാവുന്നുണ്ട്, മേജർ അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്, റൈറ്റ്? ഗ്രൂപ്പ് നമ്പർ 1 ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ പറയാൻ മറക്കരുത്, ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത്. ഓക്കെ, സീ ഗൈസ്, നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മേ ബി നിങ്ങൾ സെലിബ്രിറ്റീസ് ആയിരിക്കാം ഗ്രൂപ്പ് നമ്പർ 1, അല്ലെങ്കിൽ നിങ്ങൾ സെലിബ്രിറ്റി ആവേണ്ട ആളുകളാണ്. സോ നിങ്ങളിലേക്ക് വരുന്ന ഫാൻസ്, ആളുകള്, നിങ്ങളിൽ അട്രാക്റ്റഡ് ആയിട്ട് വരുന്ന ആളുകള്, അവർക്ക് നിങ്ങളിലേക്ക് നിങ്ങൾ ദൂരത്ത് നിന്ന് മാത്രമേ അഡ്മയർ ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനോ നിങ്ങളെ കാണാനോ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു ടൈം കൂടിയാണ് ജൂൺ മാസം. ഓക്കെ, അത് മേ ബി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. മേ ബി
ആരെങ്കിലും നിങ്ങളെ പെട്ടെന്ന് വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങളടുത്ത് ഒരുപാട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാള് അവർ അത്രയും എഫേർട്ട് എടുത്ത് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം. അത് ഒരാളായിക്കോട്ടെ, ഒരുപാട് ആളായിക്കോട്ടെ, അങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ജൂൺ മാസം ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഐ കെൻ സി ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ ഒരുപാട് ഫെയിമിൽ വരേണ്ട ആളുകളാണ്, ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ആളുകളാണ്, സെലിബ്രിറ്റീസ് ആണ് നിങ്ങൾ. ഓക്കെ, സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ടാലൻസ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഇത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, റൈറ്റ്? നിങ്ങൾക്കൊരു വേൾഡ് ഉണ്ട്, നിങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ ഒരു പാഷൻ ഉണ്ട്, നിങ്ങൾക്ക് അത്രയും ഡിസയർ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് കൂടുതൽ നിങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാസം കൂടിയാണ്. നിങ്ങളുടെ വേൾഡ് എന്താണ്, നിങ്ങളുടെ ഒരു യൂണിവേഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അത് ജൂൺ മാസം നിങ്ങൾ ചെയ്യാന്നുള്ളതല്ല, കുറച്ച് സമയമായിട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ എത്തേണ്ടതായിട്ടുള്ള പ്ലേസ്, എത്തേണ്ടതായിട്ടുള്ള ആളുകളെ, എത്തേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ, ഓർ എന്തോ ഒരു കാര്യം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ക്രേവ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ പാഷനോ പേർപ്പസിൻ്റെയോ ഭാഗമായിട്ട്, റൈറ്റ്? അതിനെ പറ്റിയിട്ട് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്ന ഒരു മാസം കൂടിയാണ് ജൂൺ മാസം നിങ്ങൾക്ക്. സോ എന്താണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളടുത്ത് പറയുന്നത്? നിങ്ങൾ എന്തോ ആയിത്തീരും, നിങ്ങൾ എവിടെയോ എത്തും, നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവും, ഏറ്റവും വൈബ്രന്റ് ആവും, ഏറ്റവും കളർഫുൾ ആവും എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളടുത്ത് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. ബട്ട് സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ടായിരിക്കണം. പക്ഷേ ജൂൺ മാസം എന്താണോ നിങ്ങൾ അങ്ങനെ ഇൻറ്റ്യൂട്ടീവ്ലി കണക്ട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾ വരികയാണ്, അതിൻ്റെ ഒരു ബർത്തിലേക്ക് നിങ്ങൾ വരികയാണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആയി തുടങ്ങുകയാണ് ജൂൺ മാസം മുതൽ. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ചില കാര്യങ്ങൾ. നിങ്ങൾ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള പേർപ്പസ് ഉള്ള ആളുകളാണ്. നിങ്ങൾ കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നിങ്ങൾ അത് ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. എന്തോ ഒരു കാര്യം ഉണ്ട്, നിങ്ങൾക്ക് അറിയാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം വളരെ ഇൻകംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജൂൺ മാസം മുതൽ അത് കൗണ്ട് ചെയ്ത് തുടങ്ങുകയാണ് നിങ്ങൾ, അല്ലെങ്കിൽ അത് കളക്ട് ചെയ്ത് തുടങ്ങുകയാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ എവിടെ എത്തിച്ചേരണോ അവിടെ നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. എന്ത് നിങ്ങളെ കംപ്ലീറ്റ് ആക്കുമോ, എന്ത് ലൈഫിൽ സംഭവിച്ചാലാണ് നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക, നിങ്ങളുടെ സോളിന് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക, ആ ഒരു സോൾ എന്ത് ചെയ്താലാണ് ഒരു കോൺട്രാക്ട് പൂർത്തീകരിക്കാൻ സാധിക്കുക, അത് ഒന്നെങ്കിൽ നിങ്ങളത് ആരംഭിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ചില ആളുകൾ അത് നിങ്ങൾക്ക് വളരെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾ വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർമണി നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളതല്ല, എന്താണ് ഈ സമയം നിങ്ങളുടെ ലൈഫിൽ ഫാമിലി ആയിട്ട് സംഭവിക്കുന്നത്, നിങ്ങളുടെ പാർട്ട്ണറായിട്ട് സംഭവിക്കുന്നത്, നിങ്ങളുടെ കുട്ടികളായിട്ട് സംഭവിക്കുന്നത്, ഓർ എന്താണ് നിങ്ങളുടെ ഫാമിലിനെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, അത് ജൂൺ മാസം ഉണ്ടാവില്ല. പരസ്പരം ഉണ്ടാവുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നുണ്ട്. സ്നേഹം കൊണ്ട് വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് ഫാമിലിയിലേക്ക് വരുന്നുണ്ട്. വളരെ സേഫ് ആയിട്ട് തോന്നുന്ന ഒരു പ്ലേസിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്. അത് എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന മാറ്റം കൊണ്ടാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, കുട്ടികളുടെ ഒരു സപ്പോർട്ട്, ചില ആളുകൾ നിങ്ങൾ പ്രഗ്നന്റ് ആവുകയാണ്. ഓക്കെ, നിങ്ങൾ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങുകയാണ്. ബിക്കോസ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടില്ല, നിങ്ങൾ എസ്പെഷ്യലി എന്താണ് നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളത്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം, ഓർ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത്, അതാണ് ജൂൺ മാസം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാൻ പോകുന്നത്. അതാണ് നിങ്ങളെ ജൂൺ മാസം സംഭവിക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, അത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്കറിയാം എന്തോ ഒരു ക്രേവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചിലതിലേക്ക് എത്തണം, പോകണം, ട്രൈ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലെ? ഈ ഒരു കാർഡ് എഗെയിൻ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ഇവന്റ് ജൂൺ മാസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ അത്രയും സന്തോഷമല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് സംഭവിക്കാൻ പോവാണ്. സോ എന്തൊക്കെയാണോ നിങ്ങൾ ലൈക്ക് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് എന്തൊക്കെ കണ്ടീഷൻസ് ആണോ നിങ്ങൾ ലൈഫിനെ പറ്റിയിട്ട് വെച്ചിട്ടുള്ളത്, എന്തൊക്കെ എക്സ്പെക്ടേഷൻ ആണോ നിങ്ങൾ വെച്ചിട്ടുള്ളത്, ഓർ എന്താണോ നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളായിരിക്കാം, ബട്ട് അത് പ്രോബബ്ലി നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജി നിങ്ങൾ റിലീസ് ചെയ്യാം. ഓക്കെ, മേ ബി ആ ഒരു ടൈമിലാണ് നിങ്ങൾ എന്തിലേക്കാണോ എത്താൻ ആഗ്രഹിക്കുന്നത് അതിലേക്കുള്ള വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ ഒരുപാട് ഡെസ്പറേറ്റ് ആയിട്ട് ഈ ഒരു സമയം നിങ്ങൾ കൺസിഡർ ചെയ്യാതിരിക്കാം.
ഓക്കെ, ഒരുപാട് പ്രഷർ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാം, ഒരുപാട് ഇമോഷൻസ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് ജൂൺ മാസം എക്സ്ട്രീം ആയിട്ടുള്ള ദേഷ്യം ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അഗെയിൻ നിങ്ങളുടെ ഹെൽത്തിലേക്ക് വരുന്ന സമയത്ത്, നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് സൺലൈറ്റിൽ നിന്ന് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എനർജറ്റിക്കലി നിങ്ങൾ സണ്ണിനെ ഒരുപാട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്, വിച്ച് ഇസ് വെരി ഗുഡ്. പക്ഷെ അത് ഫിസിക്കലി നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്ട് ആവുന്ന സമയത്ത് സൺലൈറ്റ് കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ചെറിയ ചെറിയ സിറ്റുവേഷൻസ്, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഹെൽത്ത് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദേഷ്യം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഗൈസ്, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ചില സിറ്റുവേഷനിൽ കണക്റ്റഡ് ആവാണ്. മാഗ്നറ്റ് പോലെ നിങ്ങൾ കണക്ട് ആവാണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ റൈറ്റ് പ്ലേസിൽ, റൈറ്റ് സിറ്റുവേഷൻ, റൈറ്റ് ആളുകൾ, റൈറ്റ് ഇമോഷൻസ്, ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അഗൈൻ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് പറയേണ്ടത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്താണ്. പുതിയ അനുഭവങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാണ്. ഫ്രഷ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവാണ്. നിങ്ങളുടെ ലൈഫിൽ ജൂൺ മാസമാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവുന്നത്. അത് നിങ്ങൾ ആരും മീറ്റ് ചെയ്യുന്നതാണ്. ഓർ നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന ചില മൊമെന്റ്സ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെ സ്പിരിച്വൽ ആയിട്ട് തോന്നാം. ഓക്കെ, വളരെ ഡിവൈൻ ആയിട്ട് തോന്നുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അഗൈൻ ബിഗിനിങ്ങിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആ ഒരു ഗോഡസ് എനർജി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. സോ ഒരുപാട് ഡിവൈൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, കണക്ഷനിൽ വരുന്ന സമയത്ത്, ഫീലിങ്സിൽ വരുന്ന സമയത്ത്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ കർമ്മയിൽ വരുന്ന സമയത്ത് ഒക്കെ വളരെ ഒരു ഡിവൈൻ ടച്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. ഓക്കെ, ഗോഡസിന്റെ പല 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 വേർഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആങ്കർ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഗോഡസിന്റെ ഒരു ഫോമാണ് ആ ഒരു രൗദ്രഭാവം, അല്ലെങ്കിൽ ആ ഒരു ക്രോധം എന്നൊക്കെ പറയുന്നത്, അല്ലെ, ദേഷ്യം, ക്രോധം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സംഹരിക്കാനുള്ള പവർ ഉണ്ടെന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നിങ്ങൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബിക്കോസ് നിങ്ങളുടെ ആങ്കർ മറ്റുള്ള ആളുകൾക്ക് വലിയ പ്രശ്നം ആവാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ആ ഒരു സമയത്ത് നിങ്ങൾ പറയുന്ന വാക്കുകൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം. ചില കാര്യങ്ങൾ, ഗ്രൂപ്പ് നമ്പർ 1 ഇത് ശ്രദ്ധിച്ച് കേൾക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾ സംഹരിക്കാൻ പോകുന്ന ഒരു മാസം കൂടിയാണ്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് എന്തൊരു കാര്യം നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് ലൈക്ക് ഐ എം ഡൺ എന്നുള്ളൊരു സിറ്റുവേഷൻ ചില പ്ലേസിൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. സോ ഒരുപാട് ഡ്രാമ ഉണ്ടാവില്ല, ഇനി ഒരുപാട് ചാൻസസ് ഇല്ല, നിങ്ങൾ ഒരുപാട് ചാൻസസ് കൊടുക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇനി ഒരുപാട് ഡ്രാമയ്ക്കുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്കില്ല. നിങ്ങൾ കംപ്ലീറ്റ്ലി ചില സിറ്റുവേഷൻ ക്ലോസ് ചെയ്യാണ്. ആ ക്ലോസ് ചെയ്ത ഡോറ് ഇനി തുറക്കാനുള്ള താക്കോലും നിങ്ങൾ പണിതിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ ചില പ്ലേസ്, ചില ആളുകൾ, ചില സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെയാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഇറങ്ങി പോകുന്ന പ്ലേസിൽ നിന്നാണ് ലൈക്ക് ഐ ക്യാൻ സീ ലൈക്ക് നിങ്ങൾക്കൊരു ഹ്യൂജ് ക്രൗഡ് ഉണ്ട്. ആ ഒരു സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ പാഷനിലേക്ക് വരുന്നത്, നിങ്ങളുടെ പേർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് തോന്നുകയാണ് എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്യിപ്പിച്ച്, അത്രയ്ക്കും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടാണ് നിങ്ങളൊരു പ്ലേസിൽ നിന്ന് ഇറങ്ങി വരേണ്ടി വരുന്നതെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഇനി കയറി ചെല്ലാൻ പോകുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേസിലാണ്, ഗ്രൂപ്പ് നമ്പർ 1. അത് നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. യെസ്, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ബേർഡൻസ് നിങ്ങൾ മാറ്റുകയാണ്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ചില സിറ്റുവേഷൻ വീണ്ടും ആവർത്തിക്കില്ല. ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, ഡോണ്ട് വറി. ചില സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇനി ആവർത്തിക്കില്ല. എന്താണോ നിങ്ങൾ ഇനിയും സംഭവിക്കുമോ, ഇനി അത് എനിക്ക് വരുമോ, ഇനി അങ്ങനെ ആവുക, അത് ഈവൻ നിങ്ങളുടെ ഹെൽത്ത് വരയ്ക്കാം, ഇനി എൻ്റെ ഹെൽത്ത് ഡൗൺ ആവാം. നോ, ആ ഒരു സിറ്റുവേഷൻ ഇനി നിങ്ങളുടെ ലൈഫിൽ വരില്ല. ട്രസ്റ്റ് മൈ വേർഡ്. ഗ്രൂപ്പ് നമ്പർ 1. എന്താണോ നിങ്ങൾ ഇനി വീണ്ടും അത് വരുമോ, ദേഷ്യമാണോ, നിങ്ങളുടെ ഇമോഷൻസ് ആണോ, നിങ്ങളുടെ ഇമോഷനിൽ നിങ്ങൾ ഒരുപാട് പേടിക്കുന്നുണ്ടോ, നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾക്കൊരു സ്ട്രഗിൾ ആയിട്ട് നിൽക്കുന്നുണ്ടോ, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഒരുപാട് പേടിക്കുന്നുണ്ടോ, നിങ്ങൾ ഇനി അത് പേടിക്കേണ്ട കാര്യമില്ല. അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഡൺ, ദാറ്റ് ഈസ് ഡൺ. ഓൾറൈറ്റ്. സോ നിങ്ങളെ കൂടുതൽ തിരിച്ചറിയുന്ന ഒരു മാസം കൂടിയാണ്. നിങ്ങൾ അംഗീകരിക്കുകയാണ്, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ അംഗീകരിക്കുകയാണ്. വർക്ക് പ്ലേസിലൊക്കെ വരുന്ന സമയത്ത് നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, അഗൈൻ ഇതൊരു റീഅഷുറൻസ് ആണ്. എങ്ങനെയാണ് നിങ്ങളും ആ ഒരു ഡിവൈനും കണക്ട് ആവുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഡിവൈനായിട്ട് കണക്ട് ചെയ്യുന്നത്, ആ ഒരു ഡിവൈൻ പവർ ആയിട്ട് കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന നല്ല നല്ല എക്സ്പീരിയൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ജൂൺ മാസം. ഓക്കെ, സോ വളരെ ഒരു ദൈവാധീനമുള്ള ഒരു ടൈം കൂടിയാണ്, അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് പോലെയാണ് ജൂൺ മാസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. സോ അത് ഓരോ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്, ഓരോ സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നിങ്ങളത് വളരെ സ്ട്രോങ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. സോ അതാണ് ഓരോ മൊമെന്റും നിങ്ങൾക്ക് വളരെ ഒരു മാജിക്കലായിട്ട് തോന്നും, വളരെ ഡിവൈൻ ടച്ചുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ അത് നിങ്ങൾ ക്ലെയിം ചെയ്യുക. എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ അത് നിങ്ങൾ ചെയ്യുക. ചില കാര്യങ്ങൾ നിങ്ങൾക്കുള്ള ഒരു അഷ്യൂറൻസ് ആയിട്ട് എടുക്കുക, ഒരു ഡിവൈൻ വോയിസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. എത്രമാത്രം നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. ഹേയ് ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ ജൂൺ മാസം എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപ്. ജൂൺ മാസം നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു ടൈമാണ്. വളരെ സ്പിരിച്വലി, വളരെ സൈക്കിക്കലി കണക്ട് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. സോ വളരെ സൈക്കിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പല കാര്യങ്ങളും സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. നിങ്ങൾ രാത്രി ഒരുപാട് ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, അല്ലെങ്കിൽ രാത്രി നിങ്ങളുടെ ചില കാര്യങ്ങൾ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നൈറ്റിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കാം. നൈറ്റ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ടൈം, ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ തന്നെ എണീക്കുന്ന ആളുകളായിരിക്കാം ജൂൺ മാസം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഒരു സ്പിരിറ്റ് ആയിട്ട് കണക്ട് ആവുന്ന ടൈം. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2, ഈ സമയം നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജേർണിയിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇപ്പം നമ്മൾ പറയില്ലേ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, വളരെ ഐസൊലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു സോളിറ്റ്യൂഡ് മൂഡിലാണ്, വളരെ കാം ആൻഡ് ക്വയറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ലൈഫിൻ്റെ ഒരു ഫ്ലോയിലേക്ക് വന്നതുപോലെ നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, ഫൈനലി നിങ്ങൾ സിറ്റുവേഷൻ, നമ്മൾ പറയല്ലോ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത് പോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഇത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കേണ്ട ഒരു കൺഫർമേഷൻ ആണ്. നിങ്ങൾ വളരെ സ്പിരിച്വൽ ആയിട്ട് ഉള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വൽ പേർപ്പസ് ഉള്ള ആളുകളായിരിക്കാം, എന്തെങ്കിലുമൊക്കെ സൈക്കിക് കഴിവുകളുള്ള ആളുകളായിരിക്കാം, ഹീലിംഗ് പവർ ഉള്ള ആളുകളായിരിക്കാം. സോ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ, സോ അത് ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളിലുള്ള കഴിവ്, അതായത് ഹീലിംഗ് പവർ, സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്കൊരു സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങൾക്കത് സ്വയം ഹീൽ ചെയ്യാൻ സാധിക്കുകയാണ്, നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുകയാണ്, നിങ്ങൾക്ക് അതിൻ്റെ റീസൺസ് കണ്ടെത്താൻ സാധിക്കുകയാണ്, നിങ്ങൾക്ക് ഫൊർഗീവ് ചെയ്യാൻ സാധിക്കുകയാണ്. ഓക്കെ, ആൻഡ് ജൂൺ മാസം നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യും. ഇത്ര കാലമായിട്ട് ഹീൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾ നാച്ചുറലി അങ്ങനത്തെ പ്ലേസിൽ നിന്ന് ഹീലായിട്ട് വരും. ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് വരും. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുണ്ട് ചില കാര്യങ്ങളിൽ. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഉള്ളിലെ ചില ഗ്രന്ഥങ്ങൾ ആദ്യമായിട്ട് വായിക്കാൻ പോവാണ്, നിങ്ങളെ പറ്റിയിട്ടുള്ള ചില ഗ്രന്ഥങ്ങൾ ആദ്യമായിട്ട് വായിക്കാൻ പോവാണ്, നിങ്ങളുടെ ഉള്ളിലെ ചില അതുപോലുള്ള അറകൾ നിങ്ങൾ തുറക്കാൻ പോവാണ്. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഹിഡൻ ടാലൻസ് കണ്ടെത്തുക, ഹിഡൻ ആയിട്ടുള്ള ചില പവർ കണ്ടെത്തുക. ഓക്കെ, അത് അങ്ങനത്തെ അനുഭവങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു ടൈമിൽ വേറെ ആർക്കും അവിടെ വരാൻ പാടില്ല. ഓക്കെ, വേറെ ആരും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാനും പാടില്ല. സോ നിങ്ങൾക്ക് ആളുകളുടെ അടുത്തുനിന്ന് വലിയൊരു ഡിസ്റ്റൻസ് ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. റൈറ്റ്, സോ നിങ്ങളുടെ സ്പേസിൽ നിങ്ങൾ മാത്രം നിൽക്കേണ്ട ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾ അതിൻ്റെ ഒരു കുറച്ച് സമയമായിട്ട് നിങ്ങൾ അതേപോലത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. ജൂൺ മാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ആഫ്റ്റർ ജൂൺ നിങ്ങൾ പുതിയ സിറ്റുവേഷനിലേക്കും വരാൻ പോവാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഇത്ര കാലം പോയിട്ടുള്ള ചില സിറ്റുവേഷനെ നിങ്ങൾ ഹീൽ ചെയ്ത് വരികയാണ്, ഒരു കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ട് വരികയാണ്. ചില സിറ്റുവേഷൻ എന്താണോ നിങ്ങളുടെ ലൈഫിൽ മിസ്സിങ് ആയിട്ടുള്ളത്, എന്താണോ ഇത്ര കാലമായിട്ട് നിങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടുള്ളത്, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ലൈഫിൻ്റെ ഒരു പസിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കുകയാണ് ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ എന്തൊരു വലിയൊരു കാര്യം നിങ്ങൾക്ക് കണ്ടെത്തിയൊരു സന്തോഷം ജൂൺ മാസം ഉണ്ടായിരിക്കാം. ഓക്കെ, ഒരു വലിയൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ തേർഡ് ആയി ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സിക്സ്ത് സെൻസ് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ, അല്ലെങ്കിൽ അങ്ങനത്തെ ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് പോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ എങ്ങനത്തെ അവസ്ഥയിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജൂൺ മാസം നിങ്ങൾക്ക് ഒരുപാട് സൈക്കിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഓക്കെ, എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കാം, ചില സിറ്റുവേഷൻ വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കാം. ഓക്കെ,
ഈ സമയത്തായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ശരീരം കാമാക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസിലേക്ക് വരുന്നുണ്ടായിരിക്കാം. യോഗ, മെഡിറ്റേഷൻ, അങ്ങനെ സ്പിരിച്വൽ ആയിട്ടുള്ള പ്ലേസിൽ പോവുക, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ചെന്ന് എത്താൻ സാധിക്കുക, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളെ കാണുക. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു സോളോ ട്രിപ്പാണ് ജൂൺ മാസം എന്ന് പറയുന്നത്. ഓക്കെ, ഈവൻ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്പേസ് ഉണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു സമാധാനം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ആ ഒരു സോളിറ്റ്യൂഡ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇത് നിങ്ങൾക്ക് വേണം. ഈ ഒരു ടൈമിലാണ് നിങ്ങൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കാര്യങ്ങൾ. ഓക്കെ, ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള പവർ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അത് നിങ്ങളുടെ പാഷൻ, പേർപ്പസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ മേജർ സൈക്കിൾ നിങ്ങൾ ജൂണോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. അതിൻ്റെ ഒരു റിലാക്സേഷൻ, അതിൻ്റെ ഒരു റിലീഫ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ബേർഡൻസ് ഒക്കെ ഇറക്കി വെക്കാൻ പോവാണ് നിങ്ങൾ. റൈറ്റ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കംപാക്ക് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. പല കാര്യങ്ങളും കണ്ടുപിടിച്ചൊരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. യെസ്, നിങ്ങൾ അതുപോലത്തെ കാര്യങ്ങൾ, ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പറ്റി കണ്ടുപിടിക്കുക, ചെയ്യുക, നിങ്ങളുടെ ഒരു റൈറ്റ് പാത്തിലേക്ക് വരിക. ഇത്ര കാലമായിട്ട് ഒരു ലോസ്റ്റ് പാത്തിൽ നിന്ന് നിങ്ങളുടെ ഒരു റൈറ്റ് പാത്തിലേക്ക് വരിക. ലൈഫ് വീണ്ടും ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾ കണക്ട് ചെയ്തു വരികയാണ്. ഓക്കെ, ഈ ഒരു ജേർണിയിൽ നിങ്ങൾ മാത്രമാണ്. ഓക്കെ, നിങ്ങൾ എവിടേക്ക് യാത്ര ചെയ്യുന്നുണ്ട്, അത് പ്രോബബ്ലി നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ ആയിരിക്കും നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ വൈബിൽ കണക്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വ്യത്യസ്തത മനസ്സിലാക്കാൻ പറ്റാത്തത്. നിങ്ങൾക്ക് അതായിട്ട് ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് അലൈൻഡ് ആയിട്ട് വരാൻ പറ്റുന്നത്. നിങ്ങൾ ഏത് പ്ലേസിൽ പോവോ, ഏത് ആളുകളുടെ കൂടെ നിൽക്കുന്നോ, എവിടെ നിങ്ങൾ നിൽക്കുന്നോ, എന്ത് ചെയ്യുന്നോ, അതായിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വരും, ജെല്ലായിട്ട് വരും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ അങ്ങനത്തെ അനുഭവങ്ങൾ ജൂൺ മാസം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു പവറിലേക്ക് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്തു വരികയാണ്. നിങ്ങൾ ഓരോ കാര്യങ്ങളും വളരെ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടൈം കൂടിയാണ്. വളരെ ക്ലെവർ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യാണ്. ആൻഡ് മെയിൻലി നിങ്ങളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ജൂൺ മാസം മുതൽ നിങ്ങളുടെ ലൈഫിൽ റൈറ്റ് ആയിട്ട് വരേണ്ട കാര്യത്തിന്. അത് ഈവൻ റിലേഷൻഷിപ്പിലായിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിൽ ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ട്, പല റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ കൂടെ പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പേസ് വേണമായിരുന്നോ അതായത് നിങ്ങളുടെ ചില ആളുകളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് ബഹളം ഉള്ളതുപോലെ ഉണ്ട്. മേ ബി നിങ്ങൾക്ക് പല റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അത്ര ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിക്കൊള്ളണമെന്നില്ല ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, പല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് നിങ്ങൾ ബാക്ക് ടു ബാക്ക് പല റിലേഷൻഷിപ്പിലേക്ക് ഒന്ന് തീരുന്ന സമയത്ത് ഒന്നിലേക്കായിട്ട് വന്നു പോയിട്ടുണ്ടായിരിക്കണം. റൈറ്റ്, ആൻഡ് അത് പ്രോബബ്ലി, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ കണക്ട് ചെയ്യുന്നത് അത് നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ എനർജി ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കുന്ന സിറ്റുവേഷൻ ആളുകളുടെ കൂടെ ആയിരിക്കാം നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ജൂൺ മാസം നിങ്ങൾ വളരെ കാം ആവാണ്, നിങ്ങളുടെ പ്ലേസ് വളരെ സൈലന്റ് ആവാണ്. ബിക്കോസ് അവിടെ ആരും ഉണ്ടാവുന്നില്ല. ഓക്കെ, നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് നിങ്ങളായിട്ട് പുറത്തേക്ക് വരികയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഫൈനലി ചില സിറ്റുവേഷൻ നമ്മളായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. റൈറ്റ്, നമ്മളായിട്ട് സോൾവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ നിങ്ങളുടെ പ്രശ്നം എന്താന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ കൂടെ ജൂൺ മാസം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ എനിക്ക് എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു ടൈം കൂടിയാണ് ജൂൺ മാസം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നിങ്ങൾ റിച്വൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണർ, നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ ജോബ്, ഇത് നിങ്ങൾ മാനിഫെസ്റ്റ്, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ നൈറ്റിൽ ഒരുപാട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ സബ് കോൺഷ്യസ്ലി കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ എനർജി വളരെ നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ട, അത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നൈറ്റിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഈവൻ നിങ്ങളുടെ ലൈഫിൽ ഡേ ടൈമിൽ എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോലും രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് എന്ത് നിങ്ങൾക്ക് വേണം എന്നുള്ളത്, അത് എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് എങ്ങനത്തെ കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടത്, എങ്ങനത്തെ പാർട്ട്ണറാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ അവസ്ഥയിൽ കൂടെ എത്ര കാലം പോയിട്ടുണ്ട്, നിങ്ങളുടെ സമയം എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി എത്ര പോസിബിലിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും സ്റ്റിൽ നിങ്ങൾ ചില കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, അട്രാക്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ വീണ്ടും നിങ്ങൾ കൂടുതൽ എനർജറ്റിക്കലി ആക്ടിവേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, സോ ലൈഫ് അങ്ങനത്തെ ഒരു ഹോപ്പ് നിങ്ങൾക്ക് തരാൻ പോവാണ്. സോ
ബി ക്ലിയർ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാത്ത കാര്യങ്ങളാണ്, നിങ്ങളുടെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്ന കാര്യങ്ങൾ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടേക്കുക. പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതിനൊരു ഒരു പിക്ചർ നിങ്ങൾ കൊടുക്കുക, ആ ഒരു ക്ലാരിറ്റി നിങ്ങൾ കൊടുക്കുക. ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടേക്കുക. ഒന്നും നിങ്ങളുടെ ലൈഫിൽ പിടിച്ചു വെക്കാൻ നോക്കാതിരിക്കുക. ബിക്കോസ് അത് തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ. നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ ചില ആളുകൾ അത്രയും ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നിങ്ങൾ വീണ്ടും വരുന്നത്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടുകയാണ്. നിങ്ങളുടെ അത്രയും ടഫ് ആയിട്ടുള്ള ഒരു ജേർണി നിങ്ങൾ കംപ്ലീറ്റ് ആക്കി നിങ്ങൾ വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്. വീണ്ടും നിങ്ങൾ ഒന്നൊന്നേ കാര്യങ്ങൾ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ സീറോന്ന് കാര്യങ്ങൾ തുടങ്ങുകയാണ്. ആ ഒരു മെന്റൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. മൈൻഡ് പവർ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന പവറായിട്ട് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്തു വരിക. അങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. ഓക്കെ, നിങ്ങൾ വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് വിശ്വസിച്ച് വരുന്ന ഒരു ടൈം കൂടിയാണ്. ഗ്രൂപ്പ് നമ്പർ 1, അവിടെ നിങ്ങളുടെ കൺഫ്യൂഷൻസ് നിങ്ങൾ എന്ത് ചൂസ് ചെയ്യണം, എന്ത് ഡിസൈഡ് ചെയ്യണം, നിങ്ങളുടെ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു കഴിവും ജൂൺ മാസം ഉണ്ടാവുന്നുണ്ട്. സോ ഡോണ്ട് വറി, ചില സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റായിരിക്കോ ശരിയായിരിക്കോ എന്നുള്ളത്. ഓക്കെ, സോ ഈവൻ ചില സിറ്റുവേഷൻ നിങ്ങൾ റോങ് ആയിട്ടുള്ള പാത്തിലൂടെ പോയാൽ പോലും നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് തന്നെയാണ് വരുന്നത്. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ പോകുന്ന ജേർണി നിങ്ങൾ ഒരിക്കലും ഡൗട്ട് ചെയ്യേണ്ട, ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ആൻഡ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പ്ലേസിലേ വരുള്ളൂ. തേർഡ് ഐ ചക്ര, വി ഓൾറെഡി ടോൾഡ് എങ്ങനെയാണ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ തേർഡ് ഐ ഒക്കെ ആയിട്ട് കണക്ട് ആവുന്നത് എന്നുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൈക്കിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഐ ക്യാൻ സ്ട്രോങ്ലി സെൻസ് നിങ്ങൾ വളരെ സൈക്കിക് ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, മേ ബി നിങ്ങൾ ടാരോ ട്രീഡേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹീലിംഗ് അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ താല്പര്യമുള്ള ആളുകളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഓക്കെ, ബിക്കോസ് അതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഹീലിംഗ് പവർ എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ ചില തെറ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ ചില മിസ്റ്റേക്സിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. ആൻഡ് ആ സമയത്താണ് നിങ്ങൾ കൂടുതൽ കണ്ടെത്താൻ സാധിക്കുക. ഒരിക്കലും നിങ്ങൾ അതിൽ ഹേർട്ട് ആവണ്ട, നിങ്ങളുടെ അടുത്ത് അങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല എന്ന് തോന്നേണ്ട കാര്യമില്ല. ഓക്കെ, ബിക്കോസ് ചില സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോകണം, ചില അനുഭവത്തിലൂടെ പോയിട്ടാണ് നിങ്ങൾ ഡിസ്കവർ ചെയ്യുന്നത്, നിങ്ങളെ കണ്ടെത്തുന്നത്, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നത്. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2. ആൻഡ് ഈ ഒരു സ്റ്റേജിൽ മേ ബി ലൈക്ക് നിങ്ങൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നത് കൊണ്ട് ആ ഒരു ഫിയർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. റൈറ്റ്, സോ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു ഫിയർ എന്താണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. നിങ്ങൾ ഒന്ന് ധൈര്യത്തോടു കൂടി അത് നോക്കിയാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചാലുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നീട് ആ ഒരു കാര്യത്തിന് നിങ്ങളെ പേടിപ്പിക്കാനോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആങ്സൈറ്റി തരാനോ അങ്ങനത്തെ ഒരു കാര്യമേ അവിടെ അപ്പിയർ ചെയ്യില്ല. പിന്നെ ജൂൺ മാസം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതും അതാണ്. നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ മേ ബി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളെ ഡിസ്റ്റർബ്ഡ് ആക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഫിയർ തരാൻ കേപ്പബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ്? ബിക്കോസ് അത് എന്നേക്കുമായിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മേ ബി ആ ഒരു പേടിയുടെ അപ്പുറത്തായിരിക്കാം നിങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തേണ്ടതായിട്ടുള്ള ചില പ്ലേസ്, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ, നിങ്ങളുടെ പവർ. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഹിഡൻ ടാലന്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തോ ഒരു കാര്യം നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇതുപോലത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ പോകുന്ന അവസ്ഥ നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കണം, പേടിപ്പിക്കുന്നുണ്ടായിരിക്കണം. പക്ഷേ അത് നിങ്ങൾ ഹീൽ ചെയ്ത് വരുന്ന സമയത്ത്, അത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കഴിവ്, ആ ഒരു ഹീലിംഗ് പവർ, ആ ഒരു സൈക്കിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളിലേക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ സർവീസ് ആയിട്ട് കൊടുക്കേണ്ട ആളുകളാണ്, മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യേണ്ട ആളുകളാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ പേർപ്പസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പൊ എന്താണ് നിങ്ങളുടെ ലൈഫിലൂടെ നിങ്ങൾ പോകുന്നത്, അത് നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് നിങ്ങൾ ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ പ്രോബബ്ലി എന്താണ് നിങ്ങളുടെ ലൈഫിലൂടെ നിങ്ങൾ പോകുന്നത്, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന പ്രശ്നം, അതാണ് നിങ്ങളുടെ ലൈഫിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സോഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫ്ലോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു മാസം കൂടിയാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു മേജർ
ഫൈനാൻഷ്യൽ സോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. സോ ഇൻകംസ് വരാൻ പോവാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിൽ. പണം ഉണ്ടാവുകയാണ്, പണം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ പോവാണ്. ഓക്കെ, ഇതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജോലി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക്, പുതിയ മേഖലയിലേക്ക് നിങ്ങൾ പോവാണ്. ഓക്കെ, നിങ്ങളൊരു പഴയ വേർഷൻ നിങ്ങൾ പുറത്തേക്ക് വരികയാണ്, നിങ്ങളൊരു ബെറ്റർ വേർഷനിലേക്ക് നിങ്ങൾ വരികയാണ്. നിങ്ങൾ പല കർമാസ് നിങ്ങൾ ഫിനിഷ് ചെയ്യാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഫൊഗീവ് ചെയ്യാനും പല കാര്യങ്ങളിലും ഒരു വിസ്റ്റം ഒക്കെ നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, സോ ലൈഫ് നിങ്ങൾ പോയിട്ടുള്ള അവസ്ഥ, ജീവിതം, നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ വളരെ റെസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ അതൊരിക്കലും ഒരു കംപ്ലൈന്റ് ആയിട്ടോ ഒരിക്കലും ഒരു വേദനയായിട്ടോ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് നിങ്ങളുടെ അതാണ് നിങ്ങളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം. അതേ ഒരു രീതിയിൽ നിങ്ങളെടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ പോവുക. വേണ്ട ആളുകളെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. സോ നിങ്ങളുടെ കൂടെ ആ ഒരു ഡിവൈൻ പ്രസൻസ് ഉണ്ട്. അവർക്കറിയാം, ആ ഒരു പവറിനറിയാം എന്താണ് ഈ സമയത്ത് നിങ്ങളുടെ കൂടെ നടക്കേണ്ടത്, എന്താണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, എന്ത് പെയിൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്, എന്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഇത് എത്രമാത്രം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ഗ്രൂപ്പ് നമ്പർ 2, ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളുടെ ജൂൺ മാസം എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ്? റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപ് ഗ്രൂപ്പ് നമ്പർ 3 എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ സൈക്കിക് മെസ്സേജ് എന്ന് നോക്കാം. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിൽ ജൂൺ മാസം സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു മാറ്റമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു വലിയൊരു ഇവന്റ് നടന്ന് അത് കഴിഞ്ഞു. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വലിയൊരു ഉത്സവമൊക്കെ നടന്നു കഴിഞ്ഞ്, അല്ലെങ്കിൽ വലിയൊരു ബഹളമൊക്കെ നടന്നു കഴിഞ്ഞ്, വലിയൊരു അടിയൊക്കെ നടന്നു കഴിഞ്ഞ്, വലിയൊരു മഴയൊക്കെ കഴിഞ്ഞ് ഉള്ള ഒരു ഫീലിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അവിടെ നിങ്ങൾക്ക് വളരെ ഓക്കെ ഫൈനലി ഇറ്റ്സ് ഡൺ എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. വലിയ, അതായത് ഫൈനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വലിയ ബേർഡൻസിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു. ഓക്കെ, ഇനി എനിക്ക് എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്ത് തുടങ്ങാം, ഫൈനലി എനിക്കൊരു ഇൻകം ഉണ്ടാവുകയാണ്, ഫൈനലി ഞാനൊന്ന് പച്ച പിടിച്ച് തുടങ്ങുകയാണ് എന്നൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു മാസം കൂടിയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ലൈക്ക് ഒരു സിറ്റുവേഷൻ നിങ്ങൾ പുറത്ത് വരികയാണ്. സോ അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വരും. ഓക്കെ, ഇനി എനിക്ക് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും, ഇനി എനിക്കൊരു ക്ലാരിറ്റി ഉണ്ട്, എവിടെയാണ് എൻ്റെ ലൈഫ് നിൽക്കുന്നത്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ കരിയർ എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ ലൈഫ് എവിടെയാണ് നിൽക്കുന്നത്, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയാണ്. ഓക്കെ, സോ ചില സിറ്റുവേഷൻ അവിടെ ഉണ്ട്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രേറ്റ് ഇൻസൈറ്റ് ലൈഫിനെ പറ്റിയിട്ട് കിട്ടുകയാണ്. ഓക്കെ, അവിടെ നിന്നാണ് നിങ്ങളുടെ ലൈഫ് വീണ്ടും ബിൽഡ് ചെയ്തോ വരാൻ പോകുന്നത് സിറ്റുവേഷൻസ്. ഓക്കെ, സോ ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അത് ഡിഫറെൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പോവാണ്. മാനസികമായിട്ടുള്ള സിറ്റുവേഷൻ ആണ് ചില ആളുകൾക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് സമയമായിട്ട് വലിയൊരു മനപ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജൂൺ മാസത്തിലേക്ക് വരുന്ന സമയത്ത് അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്, അതെങ്ങനെ സെറ്റിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ഉണ്ടാവും. ചില ആളുകൾക്ക് ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഫൈനാൻഷ്യലി വളരെ ബെറ്റർ ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു മാസമാണ്. ഓക്കെ, സോ ഫൈനാൻഷ്യൽ സേഫ്റ്റി, സെക്യൂരിറ്റി, ഫൈനാൻഷ്യലി ഏർണിങ്സ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ, ഫൈനാൻഷ്യലി ഉള്ളൊരു ഏർണിങ്സ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ജൂൺ മാസം നിങ്ങൾ ഏറ്റവും കൂടുതൽ സേവ് ചെയ്യാനും ഏൺ ചെയ്യാൻ പോകുന്ന ഒരു മാസം കൂടിയാണ്. ഓക്കെ, വലിയ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ വരേണ്ടതായിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഫ്രം വേർ, എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷെ വലിയൊരു എമൗണ്ട്, അത് മേ ബി ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു എമൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ളൊരു വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. വലിയ എമൗണ്ട് വരാനുണ്ട്. ഐ ഡോണ്ട് നോ, ലൈക്ക് നമ്മൾ മഹാലക്ഷ്മിയുടെ കയ്യിൽ ആ ഒരു കൊടുത്തുനിന്ന് ക്യാഷ് വീഴുന്ന കണ്ടിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ കൻ സീ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടേത് എങ്ങനെ കാണാൻ പറ്റുന്നത്, നിങ്ങളുടെ ലൈഫിൽ ജൂൺ മാസം എന്ന് പറയുന്നത് ഇങ്ങനെ അതായത് ഇങ്ങനെ ആകാശത്ത് നിന്ന് ഒരുപാട് ഇങ്ങനെ ഗോൾഡ് കോയിൻ വീഴുന്നത് പോലെ, അല്ലെങ്കിൽ ഒരുപാട് ക്യാഷ് വരുന്നത് പോലെ, വിച്ച് മീൻസ് ലൈക്ക് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എവിടുന്നോ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ക്യാഷ് വരുന്നുണ്ട്. ക്യാഷിൻ്റെ ഒരു ഫിസിക്കൽ ഫോം നിങ്ങൾ ഏറ്റവും വലിയ സോഴ്സിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഏറ്റവും വലിയ രീതിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ
എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് ഈ ഒരു അവസ്ഥ എന്താണെന്ന് അറിയില്ല. യെസ്, നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഉള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. എന്താണ് ഇത്ര കാലം പോയിട്ടുള്ളത്, ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ അത് നിങ്ങൾ സോൾവ് ചെയ്ത് വരികയാണ്, അത് നിങ്ങൾ ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യാണ്. ഓക്കെ, സോ ഈ ഒരു മാസം, ജൂൺ മാസം, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈമാണ്. സേവ് ചെയ്ത് തുടങ്ങേണ്ട ഒരു ടൈമാണ്. ഈവൻ അത് ചെറിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യുക. സ്ട്രോങ് ആയിട്ടുള്ള മണി അഫർമേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുക. മണി ഫ്ലോസ് ഇൻ ടു മൈ ലൈഫ് എഫേർട്ട്ലെസ്ലി. അല്ലെങ്കിൽ മണി എൻ്റെ ലൈഫിൽ ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പല സോഴ്സിൽ നിന്ന് എൻ്റെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പല രൂപത്തിൽ എൻ്റെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രം നിങ്ങൾ പറയാം. ഓക്കെ, എത്ര സിറ്റുവേഷനിൽ കൂടെ പോയിക്കോട്ടെ, ഫൈനാൻഷ്യലി ഉള്ള ഒരു എനർജി നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻഡ് ഓഫ് ദി ഡേ അതിന് ഏതെങ്കിലും അത് സോൾവ് ചെയ്യാനുള്ള ഏതെങ്കിലും രീതിയിൽ അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. എന്തെങ്കിലും ഒരു വഴി അതിനുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ഹാബിറ്റിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യണം, ഇനി ഇങ്ങനെ ആയാൽ പറ്റില്ല, ഒന്ന് ബെറ്റർ ആയിട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ജൂൺ മാസം മുതൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. നിങ്ങൾക്കത് റീഫ്രെയിം ചെയ്യാം. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ബിക്കോസ് നിങ്ങളുടെ ഒരു സ്ട്രഗിൾ എന്താണ്, നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, അത് ഫൈനാൻഷ്യലി മാത്രം എന്നുള്ളതല്ല, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്തും നിങ്ങളുടെ എന്താണ് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ ട്രബിൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത് കുറച്ച് സമയമായിട്ട് നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. ആൻഡ് നിങ്ങൾക്ക് അറിയാം ഇത് എത്രമാത്രം നിങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത്, എത്രമാത്രം നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. ചില സിറ്റുവേഷൻ, ചിലത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് എത്രമാത്രം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അതാണ് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നത്. സോ ചിലത് ഉണ്ട് അവിടെ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാം, ഓക്കെ, ഇത് എൻ്റെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബട്ട് ഇനി മുതൽ ഞാൻ എന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ബെറ്റർ ആയിട്ട് എടുക്കാൻ പോവാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് നോക്കണ്ട. കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് നോക്കണ്ട. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ കുറച്ചുകൂടെ സെൽഫിഷ് ആവുക. ഓക്കെ, നിങ്ങളെ പറ്റിയിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. യെസ്, നിങ്ങൾ ഒരുപാട് സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കണം. പല ആളുകൾ പല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ആരൊക്കെയോ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷണലി നിങ്ങൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട് കുറച്ച് സമയം വരെ. പക്ഷെ ജൂൺ മാസം സ്റ്റിൽ അത് അവിടെ ഉണ്ട്. ബട്ട് നിങ്ങൾ അത് ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. സോ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ബിക്കോസ് ചില മാറ്റങ്ങൾ നാച്ചുറലി സംഭവിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്കൊരു കൺസിഡറേഷൻ കൊടുക്കുക, ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക. എന്താണ് നിങ്ങൾ ഹേർട്ട് ചെയ്യുന്നത്, അതിനിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാതിരിക്കുക, അതൊക്കെ റിലീസ് ചെയ്യുക. പോട്ടെ, ചില കാര്യങ്ങൾ പോയിക്കോട്ടെ. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, ആളുകളോ സിറ്റുവേഷനോ ഇമോഷൻസോ ഫീലിങ്സോ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ പിടിക്കേണ്ട. ചിലത് നിങ്ങൾ റിലീസ് ചെയ്യാം. ചില തോട്ട്സ് ഉണ്ട് അവിടെ നിങ്ങളുടെ ഉള്ളിൽ. ആൻഡ് അത് വരുന്ന സമയത്ത് അതിൽ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. സോ ചില പെയിൻഫുൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ക്ലോസ് ചെയ്യാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ. ഓക്കെ, ഫൈനലി ഐ എം ഡൺ എന്നുള്ളൊരു സിറ്റുവേഷൻ വരാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവാണ്. ഗ്രേറ്റ്. ഗ്രൂപ്പ് നമ്പർ 2, അതുപോലൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവാണ്. ചില ആളുകൾ നിങ്ങളുടെ ഒരു ഫാന്റസിന്ന് എണീക്കുകയാണ്. ഓക്കെ, റിയാലിറ്റിയിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാണ്. സിറ്റുവേഷൻസ് ആക്സെപ്റ്റ് ചെയ്യാണ്. പ്രാക്ടിക്കലി നിങ്ങൾ കാര്യങ്ങൾ കണക്ട് ചെയ്യാണ്. അത് ഗ്രൂപ്പ് നമ്പർ 3. എങ്ങനെയാണ് നിങ്ങളുടെ ജൂൺ മാസം ത്രോട്ട് ചക്ര? സോ നമ്മൾ ഇനീഷ്യലി പറഞ്ഞു, നിങ്ങൾ പറയുന്ന വാക്കുകൾ ആണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ പറയും, അത് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത്ര കാലമായിട്ട് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ജൂൺ മാസം മുതൽ അല്ലെങ്കിൽ ഈ ഒരു സമയം മുതൽ നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ വാക്കുകൾ വളരെ ക്ലിയർ ആവുന്നുണ്ട്, പവർഫുൾ ആവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു മാഗ്നറ്റ് പോലെ ആവുന്നുണ്ട്. എന്താണ് നിങ്ങൾ പറയുന്നത് അത് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഇന്റൻഷനലി തന്നെ നിങ്ങൾ ഒരുപാട് ക്ലിയർ ആവുക, ഒരുപാട് ഫോക്കസ് ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതും അതാണ്, എന്ത് നിങ്ങൾ പറയുന്നു എന്നുള്ളത്. ഓക്കെ, പുതിയ കാര്യങ്ങൾ. ഓക്കെ, ഇതുവരെ നിങ്ങൾ പോയിട്ടുള്ള സിറ്റുവേഷൻ എന്നുള്ളതല്ല, ഇത് തന്നെ മതി, ഈ ഒരു സിറ്റുവേഷൻ തന്നെ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡിമാൻഡ് വെക്കാതിരിക്കുക. ബിക്കോസ് ജൂൺ മാസം നിങ്ങൾ പുതിയ പാത്തിലേക്ക് കൊണ്ടുപോവാണ്, പുതിയ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോവാണ്. സോ അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്ന സമയത്ത് വേണ്ട, എന്നെ ഹേർട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ മതി, എന്നെ കൺഫ്യൂസ്ഡ് ആക്കുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ, ചില ആളുകളെ, ചില സിറ്റുവേഷൻസ്, അത് ഈവൻ നിങ്ങളുടെ ജോബ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ചു വെക്കാതിരിക്കാം.
ഓക്കെ. സോ നിങ്ങൾ അങ്ങനെ അവേക്കൻ ആവുകയാണ്, അങ്ങനെ ഉണരുന്ന ഒരു ടൈമാണ്. നിങ്ങളുടെ എന്തൊക്കെയോ ഒരു ഡ്രീം എന്ന ഇതുപോലുള്ള ഡ്രീം എന്ന് നിങ്ങൾ റിയാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. ആൻഡ് അവിടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ട്. ജൂൺ മാസം അങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് തിരിച്ചറിവ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് വെളിച്ചം വരികയാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ തലയിലേക്ക് ഒരുപാട് വെളിച്ചം വരികയാണ്. നിങ്ങളുടെ അറിവിലേക്ക് ഒരുപാട് വെളിച്ചം വരികയാണ്. ഓക്കെ. സോ വളരെ കാര്യങ്ങൾ പ്രാക്ടിക്കലി എടുക്കാൻ പോവാണ് നിങ്ങൾ. അതാണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. സി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ തന്നെ ചില കാര്യങ്ങളുണ്ട്. ചിലത് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്, ചിലത് നിങ്ങൾ വെൽക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്, ചിലത് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, ബിക്കോസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ബാഡ് ആയിട്ട് തന്നെ സംഭവിക്കണം, നിങ്ങൾ ഹേർട്ട് ചെയ്യണം, നിങ്ങൾ പോകേണ്ട കർമ്മ, നിങ്ങൾ പോകേണ്ട സിറ്റുവേഷൻ, അല്ലെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ സമയദോഷം ഒന്നുമല്ല. ഓക്കെ. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോറി ചേഞ്ച് ആവുകയാണ്. ബിക്കോസ് എന്താണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ലാക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നത്, അത് ഓൾറെഡി അതിന്റെ ബെസ്റ്റ് ഫോമിൽ നിങ്ങളുടെ ലൈഫിലുണ്ട്. നിങ്ങൾ സ്നേഹം കൊണ്ട് ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി ലൈക്ക് നിങ്ങൾ ഹേർട്ട് ചെയ്യുന്ന പ്ലേസിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം, റോങ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കാം. പക്ഷെ നിങ്ങളത് റൈറ്റ് ആയിട്ട് അലോ ചെയ്യുന്ന സമയത്ത്, പുതിയ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്, പുതിയ ആളുകളിലേക്ക് വരുന്ന സമയത്ത്, പുതിയ അവസരങ്ങളിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോറി ചേഞ്ച് ആവുകയാണ്. ആൻഡ് റൈറ്റ് പ്ലേസിൽ നിങ്ങൾ അത് കണക്ട് ആവുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സ്റ്റക്ക് ആയിട്ട് നിന്നു എന്നുള്ളത്. ഓക്കെ. സോ എന്താണ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ചില കണ്ടീഷൻസ്, അത് പ്രോബബ്ലി നിങ്ങൾ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിർത്തുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റുക. ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരൊറ്റ തിരിച്ചറിവ് മതി. നിങ്ങൾ സ്വയം നിങ്ങളടുത്ത് പറയുന്ന വാക്കുകളാണ് നിങ്ങളുടെ സ്റ്റോറി ചേഞ്ച് ആക്കുന്നത്. അങ്ങനെ അത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ജൂൺ മാസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഞാൻ പുതിയ റിലേഷൻഷിപ്പിലേക്ക് വരികയാണ്, റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് ഞാൻ വരികയാണ്, ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു സമയമാണ്. ഞാൻ അതിനു വേണ്ടിയിട്ട് എല്ലാ രീതിയിലും മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, എനർജറ്റിക്കലി ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആണ് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട്, ബിക്കോസ് നിങ്ങൾ വാക്കുകളാണ് നിങ്ങൾ സ്റ്റോറി ചേഞ്ച് ചെയ്യുന്നത്. സോ വെരി കെയർഫുൾ എന്ത് നിങ്ങൾ പറയുന്നു എന്നുള്ളത്. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നുമില്ല, നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വാക്കാണ് ഏറ്റവും വലിയൊരു വെപ്പൺ, ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. ഗ്രൂപ്പ് നമ്പർ 3, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ബെസ്റ്റ് പ്ലേസിൽ ജീവിച്ചു തുടങ്ങാണ്, ബെസ്റ്റ് ഇമോഷണൽ സിറ്റുവേഷനിൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങാണ്, ഒരു മെന്റൽ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരികയാണ്, സമാധാനത്തിലേക്ക് നിങ്ങൾ വരികയാണ്. ബിക്കോസ് നിങ്ങൾക്ക് കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ സമാധാനം ഇല്ലാതാക്കിയിട്ടുള്ളത് നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പിടിച്ചുകൊണ്ടിരുന്നിട്ടുള്ള ചില സിറ്റുവേഷൻ ആണ്. സോ നിങ്ങൾ അതൊക്കെ റിലീസ് ചെയ്യാൻ വില്ലിങ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾ പുതിയ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് വരുന്നുണ്ട്, പുതിയ അനുഭവത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. ഇത്ര കാലമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വിട്ടുപിടിക്കുന്നുണ്ട്. ഒരു ഫൈനലി ഓക്കെ, ലൈക്ക് ലെറ്റ്സ് ട്രൈ സംതിങ് ന്യൂ എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ലെറ്റ് മീ ട്രൈ സംതിങ് ന്യൂ എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. അതായത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട്, ആ ഒരു കറേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കർമ്മയിൽ വരുന്ന സമയത്തും ഫൈനാൻഷ്യലി വരുന്ന സമയത്തുമാണ്. ഓക്കെ. നിങ്ങൾക്ക് എന്ത് ഈ ഒരു സമയത്ത് നേടിയെടുക്കാനോ വാങ്ങിക്കാനോ ബെറ്റർ ആക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ, അത് എസ്പെഷ്യലി ഫൈനാൻഷ്യലി വരുന്ന സമയത്ത് ആ ഒരു വിശ്വാസം നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ആക്ഷനിലൂടെ തന്നെ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഇത്രയും വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളത്. ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 3 വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണോ ഇന്ന് നിങ്ങൾ സങ്കടപ്പെടുന്നത് അതിന്റെ ബെസ്റ്റ് ഫോം നിങ്ങളുടെ ലൈഫിന്റെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കത് എന്റെ സാഹചര്യം കൊണ്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് ഇത്ര സമയമായിട്ട് നിങ്ങൾക്കത് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഓക്കെ. ബട്ട് ജൂണിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആൻഡ് അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാണ്, പുതിയ കാര്യങ്ങൾ ഒക്കെ ട്രസ്റ്റ് ചെയ്യാണ്. ഓക്കെ. പുതിയ സിറ്റുവേഷൻ, പുതിയ ആളുകളെ, പുതിയ ജോബ്, നിങ്ങളുടെ തന്നെ സ്കില്ല്, നിങ്ങളുടെ തന്നെ അവസ്ഥ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. ആൻഡ് അവിടെ ചില ആളുകൾക്ക് നിങ്ങൾക്ക് അവിടെ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പോകുന്ന ചില ആളുകളുണ്ട്. ഓക്കെ. അത് ഈ സമയത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്
നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആളുകളായിരിക്കാം. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കമ്പാനിയൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ജൂൺ മാസം നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന അങ്ങനത്തെ ഒരാളുണ്ടാവും ലൈഫിൽ. ഓക്കെ, അതായത് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരി എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആണ് അവർ. ഓക്കെ, അതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ എന്നുള്ളതല്ല, ഒരു വളരെ സ്പെഷ്യൽ. അത് ഹ്യൂമൻ ആയിരിക്കാം, ആനിമൽസ് ആയിരിക്കാം, എന്തോ ആയിരിക്കാം. പക്ഷെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിന്റെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾ നിങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നത്. അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷം ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഫൈനലി. ബട്ട് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ട്രസ്റ്റ് ചെയ്തു വരുന്നുണ്ട്. ചില ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്, പുതിയ പ്ലേസിലൊക്കെ എത്തിപ്പെടേണ്ട ആളുകളുണ്ട്. മേ ബി നിങ്ങൾ പുതിയ കൺട്രിയിലേക്ക് പോകുന്നുണ്ടായിരിക്കണം, പുതിയ ജോബിലേക്ക് വരുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പിന് ശേഷം നിങ്ങൾ ജോബിലേക്ക് വീണ്ടും വരികയാണ്, അല്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പിന് ശേഷം നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയാണ്, ആദ്യമായിട്ട് ചെയ്തു തുടങ്ങുകയാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ചില കാര്യത്തിൽ, ചില സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്ഥാനം മനസ്സിലാക്കുകയാണ്. സോ അവിടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തൊരു അവിടെ നിങ്ങൾക്ക് നിൽക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാന്ന് തോന്നുന്ന പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ ഇറങ്ങി വരികയാണ്, നിങ്ങൾ മാറുകയാണ്. ആ ഒരു അക്സെപ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. റൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഇത് എത്രമാത്രം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.